സോ ഹേ ഗൈസ്, പുതിയൊരു സൊമാറ്റോ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഷിഫ്റ്റ് എപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 to 3 ഏകദേശം ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ളൂ. സൊമാറ്റോ എസ്റ്റിമേറ്റ് പേ പറയുന്നതെന്ന് വെച്ചാൽ 240 മുതൽ 355 രൂപയാണ്. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് 500 രൂപ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല ഓർഡേഴ്സ് ഒക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. നമുക്ക് എന്തായാലും മണിതാ 12 ആവാറായി. നമുക്ക് എന്തായാലും ഓൺലൈൻ ആവാം. നമ്മളെ വണ്ടിയിൽ ബാഗ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് നോക്കാം. രാവിലെ 100 ആക്കിയതാണ്. ഇപ്പം 77% ചാർജ് ഉണ്ട്. 103 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. നമുക്ക് അത്രയൊന്നും ഓടേണ്ടി വരൂലെന്ന് തോന്നുന്നു. ഓൺലൈൻ ആക്കിയപ്പോൾ തന്നെ അംബീസ് കിച്ചണിൽ നിന്ന് ഓർഡർ അടിച്ച് നമുക്ക് എന്തായാലും അംബീസ് കിച്ചണിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ അംബീസ് കിച്ചണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഓർഡർ പോയി പിക്ക് ചെയ്തിട്ട് വരാം. 1647 സാധനം കിട്ടിയിട്ടുണ്ട്. 2 സ്പെഷ്യൽ സോഫ്റ്റ് ഉണ്ണിയപ്പം പിന്നെ പാലട പായസവുമാണ് ഓർഡർ. ഇത് നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഫോണിൽ നോക്കാം എങ്ങോട്ടാണ് നമ്മുടെ ഡെലിവറി. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കുടപ്പനക്കുന്നാണ്. ഇവിടുന്ന് 9.4 കിലോമീറ്റർ ഉണ്ട്. 18 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴേ നമ്മുടെ സിറ്റിയിലൊക്കെ തിരക്ക് അനുഭവപ്പെടുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഡെലിവറി ലൊക്കേഷനായ കുടപ്പനക്കുന്നിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 302 നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഹൗസ് നമ്പർ 123 ആയതേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ആ ഹൗസ് നമ്പർ 302 കണ്ടുപിടിച്ചിരിക്കുകയാണ്. പുറത്ത് കസ്റ്റമറിനെ കാണാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 159 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 10.4 കിലോമീറ്ററാണ്. 43 മിനിറ്റ് എടുത്ത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. സമയമാണെങ്കിൽ ഇതാ 12:45 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കുടപ്പനക്കുന്നാണ്. ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇപ്പം നല്ല നല്ല ഓർഡറുകളാണ്. ദ മൺചട്ടി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഓർഡർ. 41 രൂപയുടെ ഓർഡറാണ്. നമുക്ക് എന്തായാലും ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഈ മൺചട്ടി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വഴയിലുള്ള മൺചട്ടി റെസ്റ്റോറൻ്റ് ആണ്. പൈപ്പിൻ മൂടുള്ളതല്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് നമ്മളെ റെസ്റ്റോറൻറ്റ് വരും. അപ്പം നമുക്ക് നേരെ ഫുഡ് പിക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. അങ്ങനെ വഴയിലെ മൺചട്ടി റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് റീച്ച് കൊടുത്തിട്ട് നമ്മളെ ഫുഡ് എന്തായാലും നോക്കാം. ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ. ഒരു പൊതിച്ചോറ് വിത്ത് നെത്തോലി ഫ്രൈ ആണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരോട് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 10-12 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. അമ്പലമുക്കാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. ഇവിടെ തൊട്ട് അമ്പലമുക്ക് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 3.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ തൊട്ട് നമ്മളെ ഡെലിവറി ലൊക്കേഷൻ വരെ 9 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. കഴിഞ്ഞ മാസത്തെക്കാട്ടി ഈ മാസം നല്ല ഓർഡേഴ്സ് ഉണ്ട്. പക്ഷേ ലോങ് ആയാലും കുഴപ്പമില്ല, ഓർഡേഴ്സ് ഉണ്ടായിരുന്നാൽ മതി. ഇന്നലെ തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഓർഡേഴ്സ്. 9 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 14 കിലോമീറ്റർ. ഇന്നലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഓടിയത് 14 കിലോമീറ്റർ ആയിരുന്നു. ലോങ് ആയിരുന്നാലും ഓർഡർ കിട്ടണമായിരുന്നു നല്ലത്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നോക്കട്ടെ ഒന്നുകൂടെ അടുത്ത്. ഇതിനകത്തോട്ടെന്നാണ് പറയുന്നത്. ഹൗസ് നമ്പർ വല്ലതും കൊടുത്തിട്ടുണ്ടോ നോക്കാം. ഹൗസ് നമ്പർ 125. ഹൗസ് നമ്പർ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എനിവേ, റീച്ച്ഡ് ആയെന്ന് പറയുന്നുണ്ട്. നമുക്ക് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. പുറത്ത് കസ്റ്റമറിനെ കാണാനില്ലാത്ത സ്ഥിതിക്ക്. ഹലോ, സൊമാറ്റോ എന്നാണേ. സോ അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 42 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.7 കിലോമീറ്റർ ആണ്. 32 മിനിറ്റ് എടുത്തു. ഓക്കെ, ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ഓൾഡ് സ്കൂൾ കഫേ എന്നാണ് ഓർഡർ വരുന്നത്. 57 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സോ ഇവിടെ നിന്ന് ഓൾഡ് സ്കൂൾ കഫേ വരെ ഏകദേശം 1 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. കൊള്ളാം. എന്തായാലും ഒരു ഓർഡർ കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ അടുത്ത ഓർഡർ വരുന്നത് നല്ലൊരു കാര്യമാണ്. എനിവേ, അപ്പം നമുക്ക് നേരെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ഓൾഡ് സ്കൂൾ കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തൊക്കെ നോക്കാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ. ഇവിടെ വയ്ക്കാം. ഓക്കെ, റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഇനിയും 1 മിനിറ്റ് എടുക്കുമെന്നാണ് നമ്മളെ ആപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരോടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ വന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഫുഡ് പിക്ക് ചെയ്തിട്ട് വരാം. സാധനം കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ബർഗറാണ് ഓർഡർ. ഇതുകൊണ്ട് നമ്മളെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം.
അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പോങ്ങമ്മൂടാണ്. നമ്മളെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. ഇവിടുന്ന് നമ്മളെ ഡെലിവറി ലൊക്കേഷനായ പോങ്ങമ്മൂട് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 5.5 കിലോമീറ്റർ ഉണ്ട്. 14 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. വെയിൽ വന്നും പോയി നിൽക്കുകയാണ്. വലിയ ചൂടൊന്നുമില്ല. ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തെന്നേ കൊള്ളായിരുന്നു. റെയിൻ സർജൊക്കെ കിട്ടിയതിന്. എനിവേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ പോങ്ങമ്മൂടോട്ട് പോകാം. ഗൈസ്, ഇതാണ് പുതിയ ഗോൾഫ് GTA. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മുടെ പോളോ കുറച്ചുകൂടെ ലുക്കായതുപോലെ ഉണ്ട് ഗോൾഫ്. അടിപൊളി അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. പുറത്ത് ഒരുപാട് കാലം തൊട്ടുണ്ട്. ആ വണ്ടി പോകുമ്പോൾ നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഇന്ത്യയിൽ ഏകദേശം 600 യൂണിറ്റ്സാണ് അങ്ങനെ എന്തേ ഉള്ളൂ. ലിമിറ്റഡ് ആയിട്ട് നമ്പർ സാധനം ഉള്ളൂ. എനിവേ ഇല്ല വണ്ടി. അങ്ങനെ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വില്ല എങ്ങാണ്ടാണ് കേട്ടോ. ഹൗസ് നമ്പർ 14 നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. നികുഞ്ചം. ഇവിടെ ഹൗസ് നമ്പർ 14. ഇതാണ് ഹൗസ് നമ്പർ 14. പുറത്ത് കസ്റ്റമർ ഇല്ല. നമുക്ക് കസ്റ്റമറിനെ വിളിക്കാം. വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതും കസ്റ്റമർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ ആ ഓർഡർ ഡെലിവറി ചെയ്തു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 62 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 6.7 കിലോമീറ്ററാണ്. 28 മിനിറ്റ് എടുത്ത്. സമയം 1:45 ഇനി നമുക്കത് 1.25 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാം. 3 മണി വരെയാണ് നമ്മുടെ ഷിഫ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് പോങ്ങമ്മൂടാണ്. നമുക്ക് നമ്മുടെ ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓർഡർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പാരഗണിൽ നിന്നാണ് ഓർഡർ. 65 രൂപയുടെ ഓർഡറാണ്. 20 രൂപ ടിപ്പും ഉണ്ട്. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സോ ഇവിടെ നിന്ന് നമ്മുടെ പാരഗൺ വരെ ഏകദേശം 3 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. പാരഗണിൽ പോയാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ അവർ പെട്ടെന്ന് തരും, ചില സമയം നല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനി പോകുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥയെന്ന്. എനിവേ അപ്പോൾ നമുക്ക് നേരെ പാരഗണിലോട്ട് വിടാം. അങ്ങനെ പാരഗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് പോകണം കേട്ടോ. നമ്മുടെ ഫുഡ് പിക്കപ്പൊക്കെ ഇതിൻ്റെ ബാക്കിലാണ്. ഞാൻ ഇതുവരെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. ഇവിടുത്തെ ബിരിയാണി കിടിലുവാണെന്നൊക്കെ പറയണം കേട്ടിട്ടുണ്ട്. ഒരു ദിവസം വന്ന് കഴിക്കണം. 350 രൂപ 400 രൂപ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ റേറ്റ്. കേട്ടോ, തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട് ഇവിടെ. എപ്പോഴും ഫുഡ് എടുക്കാൻ വന്നാലും നല്ല തിരക്കാണ് ഇവിടെ. എനിവേ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തരാൻ നോക്കാം. റീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഒരു മട്ടൺ ബിരിയാണിയാണ് ഓർഡർ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ വെച്ചു. സോ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ വലിയശാലയാണ്. ഇവിടുന്ന് വലിയശാല വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 6.2 കിലോമീറ്റർ ഉണ്ട്. 17 മിനിറ്റ് വേണമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. സിറ്റിയിലൊക്കെ തിരക്കായി തുടങ്ങി. ഞാൻ കുറച്ച് നേരത്തെ ഇതുവഴി പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. വീക്കെൻഡ് അല്ലേ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാനെന്തായാലും വൈകുന്നേരം ഓടാൻ വേണ്ടി ഇറങ്ങുന്നില്ല. വൈകുന്നേരം അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിവേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേരാറായി. ഹൗസ് നമ്പർ 58 എന്നാണ് പറയുന്നത്. അതോ കസ്റ്റമർ അവിടെ നിൽപ്പുണ്ട്. ഇല്ലില്ല, ഞാൻ ഈ വോയിസ് കേട്ട് ഹൗസ് നമ്പർ 58 നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർഡർ ഡെലിവേർഡ് കൊടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 20 രൂപ ടിപ്പൊക്കെ ഉണ്ട്. 94 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 9.3 കിലോമീറ്ററാണ്. 32 മിനിറ്റ് എടുത്തു. ഓക്കെ, 20 രൂപ കസ്റ്റമർ ടിപ്പാണ് കേട്ടോ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. സോ നമ്മളിപ്പോൾ ഉള്ളത് വലിയശാലയാണ്. നമുക്ക് നമ്മുടെ കരവണ്ണ റൂട്ട് പിടിക്കാം. അവിടെ നമ്മുടെ ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ജയ് സീത സ്വീറ്റ്സിൽ നിന്നാണ്. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഇത് തൊട്ടടുത്താണ്. 110 രൂപയുടെ ഓർഡറാണ്. കണ്ട, ഇപ്പോൾ പറഞ്ഞ ഓർഡേഴ്സ് എല്ലാം ലോങ് ഓർഡേഴ്സും ആണ്. പിന്നെ കൊടുത്തുടനെ തന്നെ അടുത്ത ഓർഡറും വരുന്നുണ്ട്. ഈ സ്വീറ്റ്സ് കട എന്ന് പറയുമ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ്. ഈ പാലമൊക്കെ പൊളിഞ്ഞ് കിടക്കണതുകൊണ്ട് നമുക്ക് ഇതിലേ പോകാൻ പറ്റില്ല. കണ്ട, ഇവിടെ ഫുള്ള് ഓഫ് റോഡാണ്. അതുകൊണ്ട് അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറി അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ആ പാലം ഫുള്ള് പൊളിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഓഫ് റോഡിൽ കൂടെയൊക്കെയാണ് പോകാം. അങ്ങനെ അതാ സ്വീറ്റ്സ് കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ആ സ്വീറ്റ്സ് കട, ജയ് സീത സ്വീറ്റ്സ് കട. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തരാന്ന് നോക്കാം. 9738. അങ്ങനെ നമ്മുടെ ബോളിയും പാൽക്കോവയും കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് നമ്മളെ ഡെലിവറി ലൊക്കേഷൻ എന്ന് നോക്കാം. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് വിഴിഞ്ഞമാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് അപ്പം നമ്മളെ ഡെലിവറി ലൊക്കേഷനായ വിഴിഞ്ഞം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 14 കിലോമീറ്റർ ഉണ്ട്. വിഴിഞ്ഞം വരെ ഒന്നും പോകണ്ട. നമ്മുടെ കോവളം ബീച്ചിൻ്റെ സൈഡിലുള്ള ഏതോ ഹോം സ്റ്റേ ആണ്. ഇവിടെ നിന്ന് ഏകദേശം 25 മിനിറ്റ് വരെ വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പം നമുക്കൊരു ട്രിപ്പാവും. ഇവിടെ നിന്ന് കോവളത്ത് പോകും. ഇന്നലെ ഇതേപോലെ സെയിം ഞാൻ മണക്കാട് നിന്ന് കോവളം വരെ പോയിരുന്നു. അതും ഇന്നലെ ഉച്ചയ്ക്ക് തന്നെയായിരുന്നു ഡെലിവറി. എനിവേ അപ്പം നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ കോവളത്തോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ കോവളത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫാബ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഇവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്.
ഇതിനകത്തോട്ടെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇതിനകത്ത് തന്നെ കേട്ടോ. ഈ ഹോട്ടലിലാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഇതിൻ്റെ എൻട്രൻസ് ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ദുരൂഹത. ഇനിമേ നമുക്ക് റീച്ചഡ് കൊടുത്തിട്ട് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. വിളിക്കേണ്ടി വന്നില്ല, അപ്പം തന്നെ കസ്റ്റമർ ഇറങ്ങി പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 150 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 13.7 കിലോമീറ്റർ ആണ്. 29 മിനിറ്റ് എടുത്തു. മണിയാണെങ്കിൽ 2:49 ആയിട്ടുണ്ട്. ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. സോ ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സിറ്റിക്കകത്ത് എത്താനും പറ്റൂല. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓർഡർ. നമ്മളിപ്പോൾ ഉള്ളത് കോവളത്താണ്. നമുക്ക് പോണ വഴിയിൽ കോവളത്ത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇറങ്ങി നോക്കിയിട്ടൊക്കെ പോവാം. എനിവേ ഓഫ് ടു കോവളം. ഗൈസ്, കോവളത്ത് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. കടൽ ഇങ്ങ് കയറി കേട്ടോ, ഒരുപാട് ഇങ്ങ് കയറി. മുമ്പാണെങ്കിൽ ഇതുവരെയൊന്നും ഇല്ലായിരുന്നു. മുമ്പ് അങ്ങ് അതുവരെയൊക്കെ നടന്ന് പോയിട്ട് വേണം കടലിലോട്ട് ഇറങ്ങാൻ. അവിടെ ഫുള്ള് കടൽ. അയ്യോ, അധികം അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂലെന്ന് തോന്നുന്നു. ഫുള്ള് റെസ്ട്രിക്ഷനൊക്കെയാണ്. എനിവേ നമുക്ക് ഇവിടെ നിന്ന് ഒരു പൈനാപ്പിൾ വാങ്ങിച്ച് കഴിക്കാം. ഇനി പൈനാപ്പിൾ എത്ര? എൻ്റെ അമ്മ, പൈനാപ്പിൾ വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ചെറിയ ഒരു 4 കഷ്ണം പൈനാപ്പിളിന് 30 രൂപ. 60-70 രൂപ ഇട്ട ഒരു വലിയ പൈനാപ്പിൾ കിട്ടും. എനിവേ നമുക്കിനി വീട്ടിലോട്ട് പോവാം. പോണ വഴിയിൽ ഇനി ഓർഡറൊന്നും അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് വീട് വരെ ഏകദേശം ഒരു 14 കിലോമീറ്ററിനകത്തുണ്ട്. 14 12 എങ്ങാണ്ടോ ഉണ്ട്. വീടെത്തുമ്പോൾ എങ്ങനെ ഒരു 20 മിനിറ്റൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. സിറ്റിയിലെത്തിയാലേ ഇനി ഓർഡർ അടിക്കുള്ളൂ. പോണ വഴിയിൽ ഇനി ഓർഡർ അടിക്കാൻ സാധ്യത കുറവാണ്. മണിയാണെങ്കിൽ 2:55 ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ വർക്ക് ചെയ്യാൻ ടൈമുള്ളൂ. നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 3 മണി വരെയാണ്. എന്തായാലും വീട്ടിൽ പോയിട്ട് നോക്കാം എത്ര ഓർഡർ എടുത്ത് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഇൻസെൻറ്റീവ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ, എത്ര ശതമാനം ഇനി ബാക്കി ചാർജ് ഉണ്ട്, വീടെത്തുമ്പം എത്ര കിലോമീറ്റർ ഓടി നിൽക്കാം. ഓക്കെ, ഓഫ് ടു വീട്. സോ അങ്ങനെ 3:15 വീട്ടിലെത്തി. ഇന്ന് നമ്മളെല്ലാം കൂടെ 5 ഓർഡറാണ് എടുത്തത്. 562 രൂപയാണ് കിട്ടിയത്. 125 രൂപ ഇൻസെൻറ്റീവും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പം 77% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 25% ചാർജ് ബാക്കിയുള്ളൂ. 52% ചാർജിൽ 57 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഓടിയത്. ഇത് അത്യാവശ്യം നല്ല ഏണിങ്സ് ആണ്. പൊതുവേ കഴിഞ്ഞ മാസം വെച്ച് നോക്കിയപ്പം ഈ ഒരു ടൈമിംഗ് പോകുമ്പോൾ എനിക്കത് 270-300 കഷ്ടിച്ചാണ് കിട്ടാറ്. സംഭവം ഈ മാസം കൊള്ളാം. ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ തന്നെ 500+ എമൗണ്ട് കിട്ടുന്നുണ്ട്. വൈകുന്നേരം കൂടെ പോയാൽ ഒരു 1000+ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം ഇറങ്ങുന്നില്ല. ഓണം കഴിഞ്ഞതോട് കൂടി തന്നെ നമ്മുടെ ഓർഡേഴ്സും കൂടി ഇൻസെൻറ്റീവ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ 5 ജിഗ്ഗിൽ നിന്ന് 14 ഓർഡർ എടുക്കുമ്പോൾ 175 എങ്ങാണ്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 200 ആക്കിയിട്ടുണ്ട്. ഞാൻ മറ്റേ ഫീൽഡ് വാച്ചിനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് ഓർഡേഴ്സ് കുറവായതുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഇൻസെൻറ്റീവ് ഒക്കെ കുറവ്, അടുത്ത മാസം തൊട്ട് കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഈ മാസം നല്ല ഓർഡേഴ്സും ഉണ്ട്. പക്ഷേ കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ലോങ് ഓർഡേഴ്സ് ആണ്. ഇന്നലെ എനിക്ക് ഒരുപാട് ലോങ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10 കിലോമീറ്റർ, 9 കിലോമീറ്റർ, ഇതുപോലെ 14 കിലോമീറ്റർ. ഇന്നത്തെ ലാസ്റ്റത്തെ ഓർഡേഴ്സ് നമ്മൾ സിറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കോവളത്താണ് കൊടുത്തത്. അത് ഏകദേശം 14 കിലോമീറ്റർ ഓടി. അതുകൊണ്ട് ഇതുവരെ കാലിയടിച്ച് വരേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടുമല്ലോ. ഇന്ന് ഞാൻ ലാസ്റ്റ് ഓർഡർ കൊണ്ടുകൊടുത്ത സിറ്റിയിൽ നിന്ന് കോവളം വരെ പോയപ്പോൾ 150 രൂപയാണ് കിട്ടിയത്. ഇന്നലെ എനിക്ക് ഇതുപോലെ സിറ്റിയിൽ നിന്ന് കോവളം വരെ പോയപ്പോൾ 170 രൂപ കിട്ടി. സോ നിങ്ങൾക്ക് വലിയ ഓർഡറാണോ ചെറിയ ഓർഡറാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും ഈ ഒരു ടൈപ്പ് ഏണിങ്സും ഇൻസെൻറ്റീവും ഇതുപോലെയൊക്കെ ആയിരുന്നേ കൊള്ളായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ സൊമാറ്റോയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 500+ എമൗണ്ട് ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.